ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്ത് കോമ്പൗണ്ടിനുള്ളിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമമെന്ന് ആരോപണം. പരാതിയുമായി പൊന്നാനി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ രംഗത്തെത്തി. ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രവർത്തിച്ചതെന്നും വളരെ അന്തസ്സായി ജോലി ചെയ്യുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളെ BJPയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിൻവലിച്ച നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നും CPM തുറന്നടിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട പോളിംഗ് സ്റ്റേഷൻ കോമ്പൗണ്ടുകൾക്കുള്ളിൽ യൂണിഫോം ധരിച്ച ഹരിതകർമ്മ സേനാംഗങ്ങൾ രാവിലെ മുതൽ നിലയുറപ്പിച്ചതായും വോട്ട് ചെയ്യാനെത്തുന്നവരെ സ്വാധീനിക്കുന്നുണ്ടെന്നുമാണ് BJPയുടെ പരാതി. ഭരണത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള LDFന്റെ ശ്രമത്തിനെതിരെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയതായി NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഭരണത്തിന്റെ ഒരു തണലിൽ നിന്നുകൊണ്ട് ഹരിതകർമ്മസേനയുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ബൂത്തുകളിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് LDFന്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതായിട്ട് സൂചിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പരാതിയും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അധപ്പതിപ്പിച്ച് ഈ ഒരു ജനാധിപത്യ പ്രക്രിയയെ കൊണ്ടുപോകുന്നതിൽ തീർച്ചയായിട്ടും വലിയ രീതിയിൽ തന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പ്രതികരണം ഉണ്ടാകും ഇനി ഉള്ള സമയങ്ങളിൽ എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ സ്ത്രീ പങ്കാളിത്തം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു ശുഭസൂചകമായിട്ട് കാണുന്നു. അപ്പോൾ അവരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ, ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ അത് നടത്തുന്നത് ആരായിരുന്നാലും അത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള അവസാനത്തെ അടവാണ്. എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പോളിംഗ് കോമ്പൗണ്ടുകളിൽ പ്രവർത്തിക്കുന്നതെന്നും BJPയുടെ പരാതി തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും LDF കപ്പൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ പ്രതികരിച്ചു. ഒരു BJPയുടെ സ്ഥാനാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഹരിതസേനാ അംഗങ്ങളെ പിൻവലിച്ച നടപടി തികച്ചും BJPക്ക് വേണ്ടിയുള്ള ഒരു ഇടപെടൽ മാത്രമായി കാണാൻ സാധ്യമാകും. അതുകൊണ്ട് ഇത് തികച്ചും പക്ഷപാതപരമാണ്. വളരെ അന്തസ്സായി മാന്യമായി ജോലി ചെയ്യുന്ന ഹരിതകർമ്മ സേനാ അംഗങ്ങളെ രാഷ്ട്രീയ പ്രേരിതമായി അവരെ നീക്കുക എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല. അതിൽ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് തികച്ചും പ്രതിഷേധമുണ്ട്. അവർ ആ പ്രതിഷേധം ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ്റെ സർക്കുലറിൽ പറയുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ നാളെ രാവിലെ വരെയുള്ള സമയങ്ങളിൽ അതാത് സമയം പോളിംഗ് സ്റ്റേഷനുകളിൽ വരുന്ന മാലിന്യങ്ങൾ ശേഖരിച്ച് ആ ശേഖരിച്ച മാലിന്യങ്ങൾ അതാത് സമയം നീക്കം ചെയ്യണമെന്നുള്ള രീതിയിലുള്ള സർക്കുലറാണ്. ആ സർക്കുലർ വേണമെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിക്കും പരിശോധിക്കാവുന്നതാണ്. ആ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പോളിംഗ് സ്റ്റേഷനിലും അതുപോലെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും സാധനങ്ങൾ സ്വീകരിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കേന്ദ്രത്തിലും ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മ സേനാ അംഗങ്ങളെ വോട്ട് പിടിക്കുന്നു അല്ലെങ്കിൽ വോട്ടിനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളെ പോളിംഗ് ബൂത്തുകളിലെ പ്രവർത്തികളിൽ നിന്നും താൽക്കാലികമായി വോട്ടിംഗ് കഴിയുന്നതുവരെ പിൻവലിച്ചതായാണ് വിവരം. NCV ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.